ഹായ് ഗൈസ്, എല്ലാവർക്കും ക്വസ് പി എസ് സി ഹസൽ പി വൈ ക്യൂവിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒക്ടോബർ മാസം നടന്ന ഒരു LDC മെയിൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 125/2025 LDC ടൈം കീപ്പർ എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ്? ഓപ്ഷൻ ബി റിയോ ഡി ജനീറോ. ബ്രസീലിലെ റിയോ ഡി ജനീറോ ആയിരുന്നു 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം. ബ്രിക്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. എന്നാണ് ബ്രിക്സ് രൂപീകരിച്ചത്? 2006 ബ്രിക്സ് രൂപീകരിച്ചത്. എന്നാൽ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 2009 ആദ്യ സമ്മേളനം നടന്നത്. ആരൊക്കെയാണ് ബ്രിക്സ് കൂട്ടായ്മയിലെ രാജ്യങ്ങൾ? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ഇവരിത്രയുമായിരുന്നു തുടങ്ങിയ സമയത്ത്. പിന്നീട് 2010 സൗത്ത് ആഫ്രിക്കയും ജോയിൻ ചെയ്തു. ഇപ്പം റീസെൻ്റ് ആയിട്ട് വേറെ കുറച്ച് രാജ്യങ്ങളും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈജിപ്റ്റ്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, UAE. അപ്പം ഇത്രയും രാജ്യങ്ങൾ ചേരുന്നതാണ് ബ്രിക്സ് കൂട്ടായ്മ. രണ്ടാമത്തെ ചോദ്യം, ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന അവധിനെ പറ്റി പരാമർശിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഡൽഹൌസി പ്രഭു. ആരായിരുന്നു? ഡൽഹൌസി പ്രഭുവാണ് പറഞ്ഞത് ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത്. ഡൽഹൌസി പ്രഭുവിനെ കുറിച്ച് നമുക്ക് കുറച്ച് ഫാക്ട്സ് നോക്കിയാലോ. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറലായിരുന്നു ഡൽഹൌസി പ്രഭു. 1848 മുതൽ 1856 വരെയുള്ള കാലഘട്ടത്തിലെ ഇന്ത്യയുടെ ഗവർണർ ജനറലായിരുന്നു. അതായത് ദത്തവകാശ നിരോധന നിയമം വന്ന സമയത്ത് ഗവർണർ ജനറലായിരുന്നു. പിന്നീട് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഡൽഹൌസി ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. വിധവാ പുനർവിവാഹ നിയമം 1856 വിധവാ പുനർവിവാഹ നിയമം പാസ്സാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചത് 1853 ഏപ്രിൽ 16 ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചത്, മുംബൈ മുതൽ താനെ വരെയുള്ള റെയിൽവേ സർവീസ് ആരംഭിച്ചത് ആരായിരുന്നു? ഡൽഹൌസി പ്രഭു ആയിരുന്നു. ഓക്കെ. ഇന്ത്യയിൽ പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചത്, ആധുനിക തപാൽ സംവിധാനം 1854 ആരംഭിച്ചത്, 1851 ടെലഗ്രാഫ് സംവിധാനമൊക്കെ ആരംഭിച്ചത് ആരായിരുന്നു? ഡൽഹൌസി ആയിരുന്നു. ഡൽഹൌസി അവധിനെക്കുറിച്ച് പറഞ്ഞതായിരുന്നു ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറിയാണ് അവതെന്ന്. അവധിലെ റൂളർ ആരായിരുന്നു? വാജിദ് അലി ഷാ ആയിരുന്നു അല്ലേ അവധിലെ റൂളർ. അപ്പം ദുർഭരണം ആരോപിച്ചാണ് അവധിനെ ഡൽഹൌസി പിടിച്ചെടുത്തത്. ഓക്കെ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതെല്ലാം? യങ് ഇന്ത്യ മഹാത്മാഗാന്ധി ശരിയാണ്. കേസരി ബാലഗംഗാധര തിലക് കറക്റ്റാണ്. കോമൺവീൽ ആനി ബെസന്റ് അതും കറക്റ്റാണ്. തെറ്റേതാണ്? ദ ലീഡർ ആരുടെ പത്രമായിരുന്നു? മദൻ മോഹൻ മാളവ്യയുടെ പത്രമായിരുന്നു ദ ലീഡർ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, ജനകീയ ചൈന നിലവിൽ വന്നത് എന്നാണ്? 1949 ഒക്ടോബർ 1 ജനകീയ ചൈന നിലവിൽ വന്നത്. ആരുടെ നേതൃത്വത്തിലായിരുന്നു? മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിലായിരുന്നു. ഓക്കെ. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്നത് 1949 ഒക്ടോബർ 1. 1911 ഒരു ചൈനീസ് വിപ്ലവം നടന്നായിരുന്നു. മഞ്ജു രാജവംശത്തിന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ ചൈനീസ് വിപ്ലവം. അതിന് നേതൃത്വം കൊടുത്തതാരായിരുന്നു? സൺ യാട്സൻ ആയിരുന്നു. സൺ യാട്സന്റെ നേതൃത്വത്തിൽ ചൈനീസ് വിപ്ലവം നടക്കുകയും 1912 ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വരികയും ചെയ്തു. എന്നാൽ 1949 നിലവിൽ വന്നത് ഏതാണ്? പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന, ജനകീയ ചൈനീസ് റിപ്പബ്ലിക്കാണ് 1949 ഒക്ടോബർ 1 മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ വന്നത്. താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ 2, 3. അദ്ദേഹം ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയാണ്. പതിവ് കണക്ക് എന്ന ബഡ്ജറ്റ് പദ്ധതിക്ക് രൂപം നൽകി. ഓക്കെ. ഇനി അദ്ദേഹം ആരുമായിട്ട് നടത്തിയ യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം? ഡച്ചുകാരുമായിട്ട് നടത്തിയ യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം. 1740 ഓഗസ്റ്റ് 1 1741 ഓഗസ്റ്റ് 10 ഡച്ചുകാരുമായിട്ട് നടത്തിയ യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം. ഇനി തൃശ്ശൂർ പൂരത്തിൻ്റെ അമരക്കാരനാരായിരുന്നു? ശക്തൻ തമ്പുരാൻ. നമുക്ക് മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് കുറച്ച് പോയിന്റ്സും കൂടെ നോക്കാം. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ, തിരുവിതാംകൂറിൻ്റെ ബിസ്മാർക്ക്, ആധുനിക അശോകൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ആരെയായിരുന്നു? മാർത്താണ്ഡവർമ്മയായിരുന്നു. ഓക്കെ. മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം എങ്ങനെയായിരുന്നു അറിയപ്പെട്ടിരുന്നത്? ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം എന്നറിയപ്പെട്ടിരുന്നത് മാർത്താണ്ഡവർമ്മയുടെ ഭരണനയത്തെ ആയിരുന്നു.
ഇനി മാർത്താണ്ഡവർമ്മ കണ്ടെഴുത്ത് ആരംഭിച്ചു. അതിന് കണ്ടെഴുത്ത് എന്താണ്? ഭൂസർവേയാണ് കണ്ടെഴുത്ത്. ഓക്കെ, ഉദ്യോഗസ്ഥനാരായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ ഈ ഭൂസർവേ നടത്തിയ? മല്ലൻ ശങ്കരനായിരുന്നു. പള്ളിയാടി മല്ലൻ ശങ്കരൻ. ഭൂമിയെ എത്ര ആയിട്ട് തിരിച്ചിരുന്നു? 4 ആയിട്ട് തിരിച്ചിരുന്നു. ഏതൊക്കെയാണോ? ബ്രഹ്മസം, ദേവസം, ദാനം, പണ്ടാരം വക. എങ്ങനെ 4 ആയിട്ട് ഭൂമിയെ തിരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഈ ബഡ്ജറ്റിന് പറയുന്നതായിരുന്നു പതിവ് കണക്കെന്ന്. ഇനി ചൗക്കകൾക്ക് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഒരു ടേം പറയുമായിരുന്നു. അതെന്തുമായിരുന്നു? ചൗക്കകൾ എന്ന് പറഞ്ഞൊരു ടേം പറയുമായിരുന്നത് ചെക്ക് പോസ്റ്റിന് പറയുന്നതായിരുന്നു ചൗക്കകൾ എന്ന് പറയുന്നത്. ഇനി പോസ്റ്റൽ സമ്പ്രദായത്തിന് അഞ്ചൽ എന്ന് പറയുമായിരുന്നു. താലൂക്ക് ഓഫീസിന് മണ്ഡപത്തും വാതുക്കൽ എന്ന് പറയുമായിരുന്നു. തഹസിൽദാർമാരെ പറയുന്നത് കാര്യക്കാർ എന്നായിരുന്നു. വില്ലേജ് ഓഫീസേഴ്സിനെ പകുതികൾ എന്നും പറയുമായിരുന്നു. ഓക്കെ, ധനമന്ത്രിമാരെ പറയുന്നത് മുളക് മടിശീലക്കാരെന്നായിരുന്നു. മുളക് മടിശീലക്കാർ. അപ്പം ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ പതിവ് കണക്ക്. ഇനി ചൗക്കകൾ, ചെക്ക് പോസ്റ്റ്, അഞ്ചൽ, പോസ്റ്റൽ സംവിധാനം, താലൂക്ക് ഓഫീസിനെ മണ്ഡപത്തിൻ വാതുക്കൽ, തഹസിൽദാർമാരെ കാര്യക്കാർ, വില്ലേജ് ഓഫീസ് പകുതികൾ. പിന്നെ ധനമന്ത്രിമാരെ പറയുന്നത് എന്തായിരുന്നു? മുളക് മടിശീലക്കാരെന്നായിരുന്നു. മുളക് മടിശീലക്കാർ. 1750 മാർത്താണ്ഡവർമ്മ നടത്തിയതായിരുന്നു ഒന്നാം തൃപ്പടിദാനം. 1750 ജാനുവരി 3 മാർത്താണ്ഡവർമ്മ നടത്തിയത് എന്തായിരുന്നു? ഒന്നാം തൃപ്പടിദാനം നടത്തിയിരുന്നു. ഓക്കെ, മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യത്തെ ശ്രീപത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച സംഭവമാണ് ഈ തൃപ്പടിദാനം എന്ന് പറയുന്നത്. മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യത്തെ ശ്രീപത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച സംഭവമാണ് എന്തെന്ന് പറയുന്നത്? ഈ തൃപ്പടിദാനം എന്ന് പറയുന്നത്. ഇനി രണ്ടാം തൃപ്പടിദാനം നടത്തിയതാരായിരുന്നു? കാർത്തിക തിരുനാൾ രാമവർമ്മ. ധർമ്മരാജ എന്നറിയപ്പെടുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു രണ്ടാം തൃപ്പടിദാനം നടത്തിയത്. 1766 രണ്ടാം തൃപ്പടിദാനം. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ മൂഷകവംശ മഹാകാവ്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? എല്ലാം ശരിയാണ്. എന്തൊക്കെയാണ്? ഈ കൃതി 11-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടു. ശ്രീകണ്ഠൻ എന്ന രാജാവിൻ്റെ കാലത്താണ് രചിക്കപ്പെട്ടത്. അതുലൻ എന്ന കവിയാണ് രചയിതാവ്. രാജതരംഗിണി എന്ന ഗ്രന്ഥം രചിക്കുന്നതിന് മുമ്പ് രചിക്കപ്പെട്ടതാണ് ഈ കൃതി. ഏതൊക്കെയാണ്? ഈ കൃതി 11-ാം നൂറ്റാണ്ടിലാണ് രചിക്കപ്പെട്ടത്. ശ്രീകണ്ഠൻ എന്ന രാജാവിൻ്റെ കാലത്താണ് രചിക്കപ്പെട്ടത്. അതുലൻ എന്ന കവിയാണ് രചയിതാവ്. രാജതരംഗിണി എന്ന ഗ്രന്ഥം രചിക്കുന്നതിന് മുമ്പ് രചിക്കപ്പെട്ടതാണ് ഈ കൃതി, മൂഷകവംശ മഹാകാവ്യം. അടുത്ത ചോദ്യം നോക്കിയേ. ഭൂകമ്പം വിവിധ ദിശകളിലേക്ക് തരംഗരൂപത്തിൽ ഊർജം മോചിപ്പിക്കപ്പെടുന്നതിന് കാരണമാകുന്നു. ഭൂകമ്പം സൃഷ്ടിക്കുന്ന തരംഗങ്ങൾ വ്യത്യസ്ത തരത്തിലാണ് സഞ്ചരിക്കുന്നത്. താഴെ നൽകിയിട്ടുള്ള ഭൂകമ്പ തരംഗങ്ങളിൽ ഏത് തരംഗമാണ് തരംഗദിശയ്ക്ക് സമാന്തരമായി കമ്പനം സൃഷ്ടിക്കുകയും തന്മൂലം പദാർത്ഥങ്ങൾക്ക് വികാസ സങ്കോചങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്? ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ കാണുമ്പം പേടിച്ചു പോകണ്ട. പ്രാഥമിക തരംഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ആൻസർ പ്രാഥമിക തരംഗമാണ്. എന്താണ്? ഭൂകമ്പം വിവിധ ദിശകളിലേക്ക് തരംഗരൂപത്തിൽ ഊർജ്ജം മോചിപ്പിക്കപ്പെടുന്നതിന് കാരണമാകുന്നു. ഇനി ഭൂകമ്പം സൃഷ്ടിക്കുന്ന തരംഗങ്ങൾ വ്യത്യസ്ത തരത്തിലാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ? പ്രാഥമിക തരംഗവും ഉണ്ട്, ദ്വിതീയ തരംഗവും ഉണ്ട്. പ്രൈമറി വേവ്സും ഉണ്ട്, സെക്കൻഡറി വേവ്സും ഉണ്ട് ഭൂകമ്പത്തിന്. അപ്പം ഈ പ്രാഥമിക തരംഗമാണ് ഭൂകമ്പം ഉണ്ടാകുന്ന ഉടനെ ആദ്യമേ എത്തുന്നത്. വേഗത്തിൽ സഞ്ചരിച്ച് എത്തുന്നത് പ്രാഥമിക തരംഗമാണ്. അപ്പോൾ അതിന് വേഗത കൂടുതലാണ്. പിന്നെ സങ്കോചങ്ങൾ എങ്ങനെയാണ്? കംപ്രഷനും റെയർഫാക്ഷനുമാണ്. ഈ റബ്ബർ ബാൻഡ് വലിക്കുന്നത് പോലെ ഉള്ളൊരു തരം ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ്സ് ആണ് ഈ പ്രാഥമിക തരംഗങ്ങൾ എന്ന് പറയുന്നത്. ദീർഘതരംഗങ്ങളാണ്. ഓക്കെ, വേഗത കൂടുതലാണെങ്കിലും കുറഞ്ഞ നാശനഷ്ടമേ ഉണ്ടാക്കുന്നുള്ളൂ. അതേസമയം സെക്കൻഡറി വേവ്സ്, ദ്വിതീയ തരംഗങ്ങളാണെങ്കിലോ വേഗത കുറവാണ്, പക്ഷേ ഇത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, ഇത് ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ് ഈ ദ്വിതീയ തരംഗങ്ങൾ എന്ന് പറയുന്നത്. അത് അനുദൈർഘ്യ തരംഗം അങ്ങനെയാണെന്ന് തോന്നുന്നു മലയാളം. ഓക്കെ, ദ്വിതീയ തരംഗം സോളിഡിൽ കൂടെ, ഖരവസ്തുക്കളിൽ കൂടെ മാത്രമേ പോകത്തുള്ളൂ. എന്നാൽ പ്രാഥമിക തരംഗം എല്ലാ വസ്തുക്കളിലൂടെയും പോകും. ഖരത്തിലൂടെയും ദ്രാവകത്തിലൂടെയും വാതകത്തിലൂടെയും എല്ലാത്തിലൂടെയും സഞ്ചരിക്കും പ്രാഥമിക തരംഗം. അടുത്ത ചോദ്യം. നദികൾ വിവിധ നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതിലൊന്നാണ് ഡെൽറ്റകൾ. താഴെ നൽകിയിട്ടുള്ള നദികളിൽ ഡെൽറ്റ സൃഷ്ടിക്കുന്ന നദികൾ കണ്ടെത്തുക. ഏതാണ് ആൻസർ? ഡി, കാവേരിയും മഹാനദിയും. ഡെൽറ്റ രൂപീകരിക്കുന്ന നദിയാണ് കാവേരിയും മഹാനദിയും. ഇനി എന്താണ് ഡെൽറ്റ എന്ന് നമുക്ക് നോക്കിയാലോ. നദീമുഖത്തോടടുക്കുമ്പോൾ നദി വളരെ സാവധാനത്തിൽ ഒഴുകി വരും. എന്നിട്ട് നദീജലത്തിൻ്റെയും അവസാദത്തിൻ്റെയും അളവ് കൂടുതലായ പ്രദേശത്ത് മിക്ക നദികളും ചെറിയ കൈവഴികളായിട്ട് പിരിഞ്ഞൊഴുകും.
പിരിഞ്ഞൊഴുകിയിട്ട് നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഈ കൈവഴികകൾക്കിടയിൽ നിക്ഷേപിച്ച് ത്രികോണ സമാനമായ ആകൃതിയിലുള്ള ഒരു ഭൂരൂപം ഉണ്ടാക്കും. അതിനെയാണ് ഡെൽറ്റകളെന്ന് പറയുന്നത്. അപ്പം നദീമുഖത്തോടടുക്കുമ്പോൾ കടലിലോ അല്ലെങ്കിൽ തടാകത്തിൻ്റെ അടുത്തൊക്കെ അടുക്കുമ്പോഴത്തേക്ക് നദി വളരെ സ്ലോ ആയിട്ട് ഒഴുകി വന്നിട്ട് ഡിസ്ട്രിബ്യൂട്ടറീസ് ആകും, പിരിഞ്ഞൊഴുകിയിട്ട് നദി കൊണ്ടുവന്ന ഈ ഡെപ്പോസിറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അവസാദങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ ഡിസ്ട്രിബ്യൂട്ടറീസിൻ്റെ കൈവഴികളുടെ ഇടയ്ക്ക് നിക്ഷേപിക്കും. അങ്ങനെ നിക്ഷേപിച്ചിട്ട് ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു ഭൂരൂപം ഉണ്ടാകും. അതിനെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ താഴെ കൊടുത്തിരിക്കുന്ന നദികളിൽ ഏതാണ് ഡെൽറ്റ രൂപീകരിക്കുന്നതിന്? കാവേരി മഹാനദി ആണ് ഡെൽറ്റ രൂപീകരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. 1:50,000 സ്കെയിലുള്ള ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിൽ 2 സെൻറ്റിമീറ്റർ അളവിലുള്ള ദൂരം യഥാർത്ഥത്തിൽ എത്ര കിലോമീറ്ററാണ്? 1:50,000 കിലോമീറ്റർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 കിലോമീറ്ററാണ്. 1:50,000 സ്കെയിലുള്ള ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിൽ 2 സെൻറ്റിമീറ്റർ അളവിലുള്ള ദൂരം യഥാർത്ഥത്തിൽ 1 കിലോമീറ്ററാണ്. അടുത്തത്, താഴെ നൽകിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഏതൊക്കെ സ്ഥലങ്ങളാണ് ദേശീയ ജലപാത 2 നാഷണൽ വാട്ടർവേ 2 ബന്ധിപ്പിക്കുന്നത്? ഏതൊക്കെയാണ്? സാദിയ ദുബ്രി. അപ്പം നാഷണൽ വാട്ടർവേ 1 ഏതാണ്? അലഹബാദ് ഹാൽദിയാണ് നാഷണൽ വാട്ടർവേ 1, അലഹബാദ് ഹാൽദിയ. നാഷണൽ വാട്ടർവേ 2 ഏതാണ്? സാദിയ ദുബ്രി. നാഷണൽ വാട്ടർവേ 3 ഏതാണ്? കൊല്ലം കോട്ടപ്പുറമാണ് അല്ലേ, കൊല്ലം കോട്ടപ്പുറം. നാഷണൽ വാട്ടർവേ 4 ഏതാണ്? കാക്കിനഡ പുതുച്ചേരി. ഇനി നാഷണൽ വാട്ടർവേ 5 ഏതാണ്? NW5 താൽച്ചർ ദാംറയാണ്, ഒഡീഷയിലെ താൽച്ചർ ദാംറയാണ്. ഓക്കെ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ജില്ലയാണ് കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നത് ഏത് ജില്ലയാണെന്ന്? കൂടുതൽ ജില്ലകളുമായിട്ട് ഏത് ജില്ലയാണ്? ഓപ്ഷൻ സി പത്തനംതിട്ടയാണ്. പത്തനംതിട്ട 4 ജില്ലകളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്: കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം. അപ്പം പത്തനംതിട്ട അതിർത്തി പങ്കിടുന്ന ഏത് ജില്ലകളൊക്കെ ആയിട്ടാണ്? കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം എന്നീ 4 ജില്ലകളുമായിട്ടാണ് പത്തനംതിട്ട അതിർത്തി പങ്കിടുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് പത്തനംതിട്ട. അടുത്ത ചോദ്യം. ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025 നടന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025 നടന്നത് ഇന്ത്യയിൽ വെച്ചായിരുന്നു. അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി 1 and 2 ആണ്. 1 and 2 IBRDയും IMFും ആണ്. അടുത്ത ചോദ്യം. 1980കളിൽ ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാൻ കാരണമായ ഘടകം ഏതാണ്? 1980കളിൽ ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാൻ കാരണമായ ഘടകം ഏതാണ്? വിദേശ വിനിമയക്ഷാമവും എണ്ണവിലയിലെ വർധനവുമാണ്. ഇത് പിന്നെ എന്തിലേക്ക് നയിച്ചു? 1991 സാമ്പത്തിക പ്രതിസന്ധിയിലേക്കൊക്കെ ഇത് നയിച്ചു. ഓക്കെ, ഫിസ്ക്കൽ ഡെഫിസിറ്റും വിദേശ നാണ്യ നിക്ഷേപങ്ങളുടെ കുറവും വിദേശ കടവും ഒക്കെ കൂടിയിട്ട് അവസാനം LPG റിഫോംസ് കൊണ്ടുവന്നു. ശരി, അടുത്ത ചോദ്യം. ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ 1960 മുതൽ 1970 വരെ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ചത് ഏത് സംസ്ഥാനങ്ങൾക്കാണ്? പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടിനാണ് കൂടുതൽ പ്രയോജനം ലഭിച്ചത്. അപ്പം ഹരിത വിപ്ലവത്തിൻ്റെ 1ാം ഘട്ടം 60കളുടെ പകുതി മുതൽ 70കളുടെ പകുതി വരെയും, 2ാം ഘട്ടം 70കളുടെ പകുതി മുതൽ 80കളുടെ പകുതി വരെയുമായിരുന്നു. 3ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഹരിത വിപ്ലവം കൊണ്ടുവന്നത്. ഓക്കെ, ആരാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥനും. അല്ലാതെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നോർമൻ ബോർലോഗുമാണ്. ഓക്കെ, ഏത് വിളകൾക്കായിരുന്നു? ഗോതമ്പിനും നെല്ലിനുമായിരുന്നു കൂടുതൽ പ്രയോജനമുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടവ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി ആണ്. ആധുനികവൽക്കരണം, പുതിയ സാങ്കേതിക വിദ്യ, സ്വാശ്രയത്വം, ഇറക്കുമതി ബദൽ, സമത്വം, അടിസ്ഥാന ആവശ്യങ്ങളുടെ സാക്ഷാത്കാരം. ഇനി ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ ഇവയാണ്. എന്തൊക്കെയാണ്? ഹൈ ഈൽഡ് വെറൈറ്റി സീഡ്സ് അല്ലേ, HYV വിത്തുകൾ, രാസവളങ്ങളും കീടനാശിനികളും, ട്രാക്ടർ പമ്പ് സെറ്റ് തുടങ്ങിയ ആധുനിക ഉപകരണങ്ങൾ. ഇതൊക്കെയാണ് ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ. ഏതൊക്കെയാണ്? ഹൈ ഈൽഡ് വെറൈറ്റി വിത്തുകൾ, രാസവളങ്ങളും കീടനാശിനികളും, ട്രാക്ടർ പമ്പ് സെറ്റ് തുടങ്ങിയ ആധുനിക ഉപകരണങ്ങൾ. ഇനി നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബേരി.
CEO ആരാണ്? BVR സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിൻ്റെ CEO. എന്നാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? 2015 ജാനുവരി 1 ആണ് നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ഓഗസ്റ്റ് 25 മുതൽ അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി നിരക്ക് എത്ര ശതമാനമാണ്? 50%. 50%. ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായ ബ്രിട്ടീഷ് പദ്ധതി ഏതാണ്? ക്യാബിനറ്റ് മിഷൻ പദ്ധതിയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായ ബ്രിട്ടീഷ് പദ്ധതി ഏതാണ്? ക്യാബിനറ്റ് പദ്ധതിയാണ്. ക്യാബിനറ്റ് മിഷൻ പദ്ധതി. എന്തായിരുന്നു ക്യാബിനറ്റ് മിഷൻ പദ്ധതി? ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതിനെ പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കാൻ ലേബർ ഗവൺമെൻറ് 1946 ഇന്ത്യയിലേക്ക് അയച്ച കമ്മിറ്റിയായിരുന്നു ക്യാബിനറ്റ് മിഷൻ. ഓക്കെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയിട്ട്. ആരൊക്കെയായിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ? ആരൊക്കെയായിരുന്നു? പെത്വിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, എ.വി. അലക്സാണ്ടർ. ഇവർ 3 പേരുമായിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. ആരാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയപ്പോഴുള്ള വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു ആയിരുന്നു. വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? പെത്വിക് ലോറൻസ് ആയിരുന്നു. പെത്വിക് ലോറൻസ്. ഓക്കെ, ഇനി ഇന്ത്യൻ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി ഇന്ത്യക്കൊരു പ്രത്യേക ഭരണഘടന രൂപീകരിക്കുക. ക്യാബിനറ്റ് മിഷൻ്റെ ശുപാർശകളാണ്. ഇന്ത്യൻ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി ഇന്ത്യക്ക് ഒരു പ്രത്യേക ഭരണഘടന രൂപീകരിക്കുക, ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കുക, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുക, ഓക്കെ, ഫെഡറൽ ഗവൺമെൻറ് രൂപീകരിക്കുക. ഇതൊക്കെയായിരുന്നു ക്യാബിനറ്റ് മിഷൻ്റെ ശുപാർശകൾ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1ഉം 2ഉമാണ് ശരി. രാഷ്ട്രം 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകേണ്ടതാണ്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഓക്കെ, ഇനി ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ? 21A. ഓക്കെ, മൗലികാവകാശങ്ങളിലോ 51A Kയിലാണ് കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലിക അവകാശമല്ല, മൗലിക കടമകളിൽ 51A K. അടുത്ത ചോദ്യം, സൈബർ നിയമങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുവാനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര പാർലമെൻറ്റിനാണ്. കേന്ദ്ര പാർലമെൻറ്റിന്. അവശിഷ്ടാധികാരങ്ങൾ എവിടെയാണ് വരുന്നത്? സൈബർ നിയമങ്ങൾ എവിടെയാണ് വരുന്നത്? അവശിഷ്ടാധികാരങ്ങളിലാണ് വരുന്നത്. അവശിഷ്ടാധികാരങ്ങൾ, റെസിഡ്യൂവറി പവേഴ്സ്, ആർട്ടിക്കിൾ 248 വരുന്നത്. ഓക്കെ, കാനഡയിൽ നിന്നാണ് നമ്മൾ ഇത് കടമെടുത്തിരിക്കുന്നത്. അവശിഷ്ടാധികാരങ്ങൾ കടമെടുത്തിരിക്കുന്നത് ഇവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. അപ്പം സൈബർ നിയമങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുവാനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര പാർലമെൻറ്റിന്. ആർട്ടിക്കിൾ 248. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ആമുഖത്തിൽ വിട്ടുപോയ ഭാഗം എഴുതുക. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. എന്താണ്? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നത്? ഗ്രാമപഞ്ചായത്താണ്. ഗ്രാമപഞ്ചായത്ത്. എന്നാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വന്നത്? 2005 വന്നത്. 2005. പിന്നെ എങ്ങനെയായിരുന്നു അതിൻ്റെ റൂൾസൊക്കെ എങ്ങനെയായിരുന്നു? 1/3 സ്ത്രീകളായിരിക്കണം അല്ലെ? ജോലിക്ക് വരുന്നതിൽ 1/3 സ്ത്രീകളായിരിക്കണം. കുറഞ്ഞത് 100 ദിവസത്തെ തൊഴിൽ കൊടുത്തിരിക്കണം. 18 വയസ്സിൽ കൂടുതലുള്ളവരായിരിക്കണം വരുന്നത്. 5 കിലോമീറ്ററിനകമായിരിക്കണം അവർക്ക് തൊഴിൽ നൽകേണ്ടത്. ഇനി 5 കിലോമീറ്ററിൽ കൂടുതലാണെങ്കിലോ 10% അധികം കൂലി നൽകണം. ഇതൊക്കെയായിരുന്നു വന്നപ്പോൾ ഉള്ള റൂൾസ്. ഇനി ഇപ്പം ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അല്ലേ? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് അതിൻ്റെ പേര് തന്നെ മാറ്റിയിട്ടുണ്ട്. എന്താക്കിയിട്ടുണ്ട്? VB ഗ്രാംജി എന്നാക്കിയിട്ടുണ്ട്. എന്താണ് VB ഗ്രാംജി? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ. എന്താണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നാക്കിയിട്ടുണ്ട്. എന്ന് മുതൽ നിലവിൽ വരും ഈ പേര്? 2026 ഏപ്രിൽ 1 മുതൽ നിലവിൽ വരും. ഓക്കെ, അത് 100 തൊഴിൽ ദിനങ്ങൾ എന്നുള്ളത് 125 തൊഴിൽ ദിനങ്ങളാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ദേശീയ തലത്തിൽ ഇതിൻ്റെ കൂലിയിൽ 2 മുതൽ 7% വരെ വർധനമുണ്ടായിട്ടുണ്ട്. ഇനി കൂലിയുടെ 40% മാത്രമേ കേന്ദ്രം കൊടുക്കുള്ളൂ. ബാക്കിയുള്ള 60% ആരാണ്? സംസ്ഥാനങ്ങളാണ് വഹിക്കേണ്ടത്. നിലവിലെ ഏറ്റവും കൂടുതൽ വേതനം കിട്ടുന്ന ഏത് സംസ്ഥാനത്തിനാണ്? ഹരിയാനയ്ക്കാണ്. ഹരിയാന. ഓക്കെ,
അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ്. ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ നമ്പർ എത്രയാണ്? ആർട്ടിക്കിൾ 44 44 ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി ആര്? ജനറൽ അനിൽ ചൗഹാൻ ആണ്. ജനറൽ അനിൽ ചൗഹാൻ. അപ്പം കരസേനാ മേധാവി ആരാണ്? കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയാണ് കരസേനാ മേധാവി. നാവികസേനാ മേധാവിയാണെങ്കിൽ ദിനേശ് കെ ത്രിപാഠി. വ്യോമസേനാ മേധാവിയാണെങ്കിൽ അമർപ്രീത് സിംഗ് ആണ്. അപ്പം ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സൈനിക സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ. കരസേനാ മേധാവിയാണെങ്കിൽ ഉപേന്ദ്ര ദ്വിവേദി. നാവികസേനാ മേധാവിയാണെങ്കിൽ ദിനേശ് കെ ത്രിപാഠി. വ്യോമസേനാ മേധാവിയാണെങ്കിൽ അമർപ്രീത് സിംഗ് ആണ്. അമർപ്രീത് സിംഗ്. അടുത്ത ചോദ്യം, രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? നിഴൽ പദ്ധതിയാണ്. നിഴൽ പദ്ധതി. രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? നിഴൽ പദ്ധതി. അടുത്ത ചോദ്യം, സംസ്ഥാന സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? സംസ്ഥാന ഗവർണറുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനമാണ് സംസ്ഥാന സിവിൽ സർവീസ് എന്ന് പറയുന്നതാണ് തെറ്റ്. അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ. KV മനോജ് കുമാർ. ലോക തണ്ണീർത്തട ദിനമെന്ന് ഫെബ്രുവരി 2. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷനാര്? മുഖ്യമന്ത്രി. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രി. ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം 2005 നിയമപ്രകാരം 2007 കേരള ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായത്. 2007. കേരള സർക്കാരിൻ്റെ മന്ദഹാസം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വയോജന സംരക്ഷണമാണ് അല്ലേ? വെപ്പുവല്ല വെച്ചു കൊടുക്കുന്ന പദ്ധതി മന്ദഹാസം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലമാണ്. കൊല്ലം. ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ലയും കൊല്ലമാണ്. കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയാണ് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ ജില്ല. അടുത്ത ചോദ്യം, ചിക്കൻ പോക്സ് രോഗം ഉണ്ടാകുന്ന വൈറസ് ഏതാണ്? വാരിസെല്ല സോസ്റ്റർ വൈറസ്. വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് ചിക്കൻ പോക്സ് ഉണ്ടാകുന്നത്. നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? കോൺ കോശങ്ങളാണ്. കോൺ കോശങ്ങൾ. അടുത്ത ചോദ്യം, ഉപ്പ് നിലനിർത്തൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത്? ഉപ്പ് നിലനിർത്തൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ആൽഡോസ്റ്റിറോൺ ആണ്. ആൽഡോസ്റ്റിറോൺ. ചോദ്യം 37, രക്തത്തിലെ ഏത് ഘടകം ആരോഗ്യമായ അളവിലേക്ക് അനാരോഗ്യകരമായ അളവിലേക്ക് താഴുമ്പോഴാണ് അനിയന്ത്രിതമായ രക്തസ്രാവം ഉണ്ടാകുന്നത്? ഏതാണ്? ത്രോംബോസൈറ്റ്സ്. ത്രോംബോസൈറ്റ്സ്. രക്തത്തിലെ ഏത് ഘടകം അനാരോഗ്യകരമായ അളവിലേക്ക് താഴുമ്പോഴാണ് അനിയന്ത്രിതമായ രക്തസ്രാവം ഉണ്ടാകുന്നത്? ത്രോംബോസൈറ്റ്സ് ആണ്. ത്രോംബോസൈറ്റ്സ്. അടുത്ത ചോദ്യം, റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതിനും പരിപാലിക്കുന്നതും ഏത് അന്താരാഷ്ട്ര സംഘടനയാണ്? ഏത് അന്താരാഷ്ട്ര സംഘടനയാണ്? IUCN ആണ് അല്ലേ? IUCN. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് IUCN ആണ്. എന്നാണ് IUCN സ്ഥാപിതമായത്? 1948 സ്ഥാപിതമായത്. എവിടാണ് ആസ്ഥാനം? സ്വിറ്റ്സർലാൻഡിൻ്റെ ഗ്ലാൻഡ് ആണ്. ഗ്ലാൻഡ് സ്വിറ്റ്സർലാൻഡാണ് ആസ്ഥാനം. 1948 ആണ് സ്ഥാപിതമായത്. ഓക്കെ. അടുത്ത ചോദ്യം, ബയോഡൈവേഴ്സിറ്റി എന്ന പദം പ്രചാരത്തിലാക്കിയ ജീവശാസ്ത്രജ്ഞനാരാണ്? എഡ്വേർഡ് വിൽസൺ ആണ്. എഡ്വേർഡ് വിൽസൺ. 2021 മലേറിയ തടയുന്നതിനായി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ ഏത്? മോസ്ക്വിറിക്സ് ആണ്. മോസ്ക്വിറിക്സ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വാക്സിനേഷൻ വഴി തടയാൻ കഴിയാത്ത രോഗം ഏതാണ്? ബെർബറിയാണ്. ബെർബറി. അപ്പം വാക്സിനേഷൻ വഴി തടയാൻ പറ്റുന്ന രോഗം ഏതൊക്കെയുണ്ട്? റാബീസ്, 5-ാം പനി, ടൈഫോയിഡ്. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? വി നാരായണനാണ്. വി നാരായണന് മുമ്പാരായിരുന്നു? S സോമനാഥ് ആയിരുന്നു. S സോമനാഥ്. 43, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവലിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ജൂലൈ മാസത്തിൽ ആചരിച്ചത്? 60-ാമത്തെ വാർഷികം. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത തരത്തിലുള്ളൊരു ക്വസ്റ്റ്യനാണത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവലിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ജൂലൈ മാസത്തിൽ ആചരിച്ചത്? 60-ാമത്തെ വാർഷികമാണ്. അടുത്തത്, അന്തരീക്ഷ ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഹൈഗ്രോമീറ്റർ ആണ്. ഹൈഗ്രോമീറ്റർ. ബാരോമീറ്റർ ആണെങ്കിലോ അന്തരീക്ഷ മർദ്ദമാണ് അളക്കുന്നത്. തെർമോമീറ്റർ താപനില. ഹൈഡ്രോമീറ്റർ ആണെങ്കിൽ ദ്രാവകങ്ങളിലെ ആർദ്രത അളക്കുന്നതാണ് ഹൈഡ്രോമീറ്റർ. അപ്പം അന്തരീക്ഷ ആർദ്രത അളക്കുന്നത് ഏതാണ്? ഹൈഗ്രോമീറ്റർ ആണ്. ഹൈഗ്രോമീറ്റർ. രാത്രി കാഴ്ച ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ്?
ഇൻഫ്രാറെഡ് റേസ് ആണ്. ഇൻഫ്രാറെഡ് രശ്മികളാണ് രാത്രി കാഴ്ച ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം. അടുത്ത ചോദ്യം, ഒരു വസ്തുവിൽ 10 ന്യൂട്ടൺ ബലം 5 സെക്കൻഡ് നേരത്തേക്ക് അനുഭവപ്പെടുന്നു. വസ്തു സഞ്ചരിച്ച ദൂരം 4 മീറ്റർ ആണെങ്കിൽ ചിലവഴിക്കപ്പെട്ട പവർ എത്രയാണ്? 8 വോട്ടാണ്. 8 വോട്ട്. അടുത്തത്, അറ്റോമിക നമ്പറും ആവർത്തന പട്ടികയിലെ സ്ഥാനവും അനുസരിച്ച് ചുവടെ തന്നിരിക്കുന്ന മൂലകങ്ങളെ ലോഹ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഓക്കെ, ഏത് വരും? ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ലോഹ സ്വഭാവത്തിൻ്റെ ബേസിസിൽ ആദ്യം റുബീഡിയം, പിന്നെ പൊട്ടാസ്യം, മഗ്നീഷ്യം, ജെർമേനിയം, സെലേനിയം. റുബീഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, ജെർമേനിയം, സെലേനിയം. അടുത്ത ചോദ്യം, ലോറി ബ്രോൺസ്റ്റഡ് തത്വമനുസരിച്ച് ആസിഡും ബേസും വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏതാണെന്നാണ്. ലോറി ബ്രോൺസ്റ്റഡ് തത്വമനുസരിച്ച് ആസിഡും ബേസും വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏതാണ്? ആസിഡ് H+ ധാതാവും ബേസ് H+ സ്വീകർത്താവുമാണ്. ആസിഡ് H+ ധാതാവും ബേസ് H+ സ്വീകർത്താവുമാണ്. അടുത്ത ചോദ്യം, സർജിക്കൽ ഉപകരണങ്ങൾ ഓട്ടോക്ലേവ് ഉപയോഗിച്ച് അണുനശീകരണം നടത്തുമ്പോൾ സംഭവിക്കുന്നത് എന്ത്? സർജിക്കൽ ഉപകരണങ്ങൾ ഓട്ടോക്ലേവ് ഉപയോഗിച്ച് അണുനശീകരണം നടത്തുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ജലത്തിൻ്റെ തിളനില കൂടുന്നു. ഓട്ടോക്ലേവിലെ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കൂടുതലാകുന്നു. ജലത്തിൻ്റെ തിളനില കൂടുന്നു. ഓട്ടോക്ലേവിലെ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കൂടുതലാകുന്നു. അടുത്ത ചോദ്യം, ലോകത്ത് ആദ്യമായി സമ്പൂർണ്ണമായും ഹൈഡ്രജൻ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം സ്ഥാപിച്ച രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. ജർമ്മനി. ലോകത്ത് ആദ്യമായി സമ്പൂർണ്ണമായും ഹൈഡ്രജൻ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം ആരംഭിച്ച രാജ്യം ജർമ്മനി. ചോദ്യം 51, ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് എവിടെയാണ്? ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് ഹൈദരാബാദിലാണ് അല്ലേ? ഹൈദരാബാദിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് എവിടെയാണ്? ഹൈദരാബാദിൽ. 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി 1, 2, 4. ഏതൊക്കെയാണ്? ആനോ, ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര, ആരോഹണം, ഹിമാലയം. ആനോ, ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര, ആരോഹണ, ഹിമാലയം. 2024 സാഹിത്യ അക്കാദമിയുടെ അവാർഡിൻ്റെ ക്ലാസ് വേണമെങ്കിൽ പറയൂ കേട്ടോ, കമൻറ്റ് ചെയ്യൂ നിങ്ങൾ. അടുത്ത ചോദ്യം, 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരമാരാണ്? ശ്രീജേഷ് PR ആണ്. PR ശ്രീജേഷിനാണ് 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, തകഴി ശിവശങ്കരപ്പിള്ളയുടെ ഏത് നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് കോരനും ചിരിതയും ചാത്തനും? ഏതിലെയാണ്? രണ്ടിടങ്ങഴിയിലെ കഥാപാത്രങ്ങളാണ് അല്ലേ? കോരനും ചിരിതയും ചാത്തനും. രണ്ടിടങ്ങഴി. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. കൂടിയാട്ടം, മിഴാവ്, തോൽപ്പാവക്കൂത്ത്, ഏഴുപറ, പടയണി, തപ്പ്, കുമ്മാട്ടിക്കളി, ഓണവില്ല്. ഓക്കെ, ഇപ്പം ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്ട്രുമെൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. കൂടിയാട്ടം, മിഴാവ്, തോൽപ്പാവക്കൂത്ത്, ഏഴുപറ, പടയണി, തപ്പ്, കുമ്മാട്ടിക്കളി, ഓണവില്ല്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക്സ് മെഡൽ ജേതാവാരാണ്? അമൻ സെഹ്റാവത്ത് ആണ് അല്ലേ? അമൻ സെഹ്റാവത്ത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് അമൻ സെഹ്റാവത്ത്. അടുത്ത ചോദ്യം, അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. ഇതാരുടെ വരിയാണ്? കുമാരനാശാൻ്റെ വരിയാണ്. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അകമലേ വിവേകികൾ. ആരുടെയാണ്? കുമാരനാശാൻ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് തെറ്റ്. മച്ചാട്ട് മാമാങ്കം മലപ്പുറം ജില്ലയല്ല വരുന്നത്, തൃശ്ശൂരാണ് വരുന്നത്. മച്ചാട്ട് മാമാങ്കം തൃശ്ശൂരാണ് വരുന്നത്. ബാക്കിയൊക്കെ കറക്റ്റാണ്. ചിനക്കത്തൂർ പൂരം പാലക്കാട് ജില്ല, ചെട്ടികുളങ്ങര ഭരണി ആലപ്പുഴ ജില്ല, അത്തച്ചമയം എറണാകുളം ജില്ല. ഇതിൽ ചെട്ടികുളങ്ങര ഭരണിയും അത്തച്ചമയം മുമ്പും ചോദിച്ചിട്ടുള്ളതാണ് PSC. പിന്നെ ഏതാണ് നമ്മൾക്ക് നോക്കി വെക്കേണ്ടത്? ചിന്നക്കത്തൂർ പൂരം പാലക്കാട് ജില്ല, മച്ചാട്ട് മാമാങ്കം തൃശ്ശൂർ. ഓക്കെ. അടുത്ത ചോദ്യം, ട്വിസ്റ്റഡ് പെയർ കേബിളിനെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കണക്ടർ ഏതാണ്? RJ45 ആണ്. ട്വിസ്റ്റഡ് പെയർ കേബിളിനെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കണക്ടർ ഏതാണ്? RJ45 ആണ്. നല്ല കുറേ ക്വസ്റ്റ്യൻസ് ആണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്കഷൻ ഇഷ്ടമാവുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും. ഓക്കെ. താഴെ തന്നിരിക്കുന്നവയിൽ വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? ഫയൽസ്വില്ലയാണ്. ഫയൽസ്വില്ല വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ അല്ല. അപ്പം വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയറിനകത്ത് വരുന്നത് ഏതൊക്കെയാണ്? ബ്ലൂഫിഷ്, ബൂട്ട്സ്ട്രാപ്പ്, അഡോബ് ഡ്രീം വീവർ. ബ്ലൂഫിഷ്, ബൂട്ട്സ്ട്രാപ്പ്, അഡോബ് ഡ്രീം വീവർ. ഇത് ഇത്രയും വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആണ്. പുതിയതായിട്ട് കിട്ടുന്ന പോയിൻറ്റ്സൊക്കെ ഒരു നോട്ട് എടുത്ത് അതിനകത്ത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന മെമ്മറി ഉപകരണങ്ങളെ അവയുടെ സംഭരണശേഷിയുടെ ആരോഹണ ക്രമത്തിൽ കുറഞ്ഞ ശേഷിയിൽ നിന്ന് കൂടിയ ശേഷിയിലേക്ക് ക്രമീകരിക്കുക. അപ്പം കുറച്ച് സ്റ്റോർ ആകുന്നത് മുതൽ കൂടുതൽ സ്റ്റോർ ആക്കുന്നത് വരെ. ഏതാണ്? രജിസ്റ്റർ,
ക്യാഷ് മെമ്മറി, റാം, ഹാർഡ് ഡിസ്ക്. രജിസ്റ്റർ, ക്യാഷ് മെമ്മറി, റാം, ഹാർഡ് ഡിസ്ക്. അടുത്ത ചോദ്യം, കേരളത്തിലെ സ്കൂൾ അധ്യാപകർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പരിശീലനം നൽകിയത് ഏത് സ്ഥാപനമാണ്? കൈറ്റ് ആണ്, കൈറ്റ്. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഏതിനാണ്? ബി, ഉള്ളൊഴുക്കിനാണ്, ഉള്ളൊഴുക്കിന്. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഉള്ളൊഴുക്കിനാണ്. 64 കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഘടന എങ്ങനെയാണ്? ഘടന മുഖ്യ വിവരാവകാശ കമ്മീഷണറും പരമാവധി 10 കമ്മീഷണർമാരും. പറഞ്ഞാൽ 10ൽ കൂടാൻ പാടില്ല കമ്മീഷണർമാർ. മുഖ്യ കമ്മീഷണറും പരമാവധി 10 കമ്മീഷണർമാരും. അടുത്ത ചോദ്യം, സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ് നിയമിക്കുന്നത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ഇനി പോക്സോ നിയമം ഏത് തരത്തിലുള്ള നിയമമാണ്? ലിംഗനിരപേക്ഷ നിയമമാണ് അല്ലേ? ജെൻഡർ ന്യൂട്രലാണ്. ആണ് പെണ്ണ് അങ്ങനെ വിവേചനമില്ല, രണ്ടുപേർക്കും ഒരേപോലെ ഉള്ള നിയമമാണ് പോക്സോ നിയമം. പോക്സോ നിയമപ്രകാരം കേസ് തീർപ്പാക്കേണ്ട പരമാവധി സമയം എത്രയാണ്? 1 വർഷം. 1 വർഷത്തിനുള്ളിൽ കേസ് തീർപ്പാക്കിയിരിക്കണം. ഓക്കെ. അടുത്ത ചോദ്യം, PWDVA 2005 പ്രകാരം മജിസ്ട്രേറ്റിന്റെ ഉത്തരവിനെതിരെയുള്ള അപ്പീൽ നൽകേണ്ടത് ആർക്കാണ്? സെഷൻ കോടതിക്കാണ്. PWDVA 2005 പ്രകാരം മജിസ്ട്രേറ്റിന്റെ ഉത്തരവിനെതിരെയുള്ള അപ്പീൽ നൽകേണ്ടത് സെഷൻ കോടതിക്കാണ്, സെഷൻ കോടതി. ചോദ്യം 70, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാരം ബാധകമാകുന്നത് എത്ര രൂപ വരെയുള്ള പരാതികളിലേക്കാണ്? 50 ലക്ഷം വരെയുള്ള പരാതികൾക്കാണ്. ഓക്കെ. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലയിലേക്ക് പരാതി കൊടുക്കുന്നത് എത്ര ലക്ഷം രൂപ വരെയുള്ള പരാതികളാണ്? 50 ലക്ഷം രൂപ വരെയുള്ളതാണ്. ഇനി മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ. വീഡിയോ ഒന്ന് പൗസാക്കി വെച്ച് ചെയ്ത് നോക്കിയാൽ മതി. അടുത്തത് 81 ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ആൻ അഡ്ജക്റ്റീവ്? അഡ്ജക്റ്റീവ് ഏതാണ്? സാഡ്. ഓപ്ഷൻ എ സാഡ് ആണ് അഡ്ജക്റ്റീവ്. ചേഞ്ച് ദ സെൻറ്റൻസ് ഐ നോ ഹിം ഇൻറ്റു പാസീവ് വോയിസ്. ഐ നോ ഹിമിനെ പാസീവ് വോയിസ് ആക്കുമ്പോൾ എന്താവും? ഹി ഈസ് നോൺ ടു മീ. ഹി ഈസ് നോൺ ടു മീ. ഹി ക്ലൈംഡ് ഡാഷ് ഹയസ്റ്റ് മൗണ്ടൻ ഇൻ ദ റീജിയൻ. എന്താണ്? ദ ഹയസ്റ്റ് മൗണ്ടൻ ആണ്. ദ ഹയസ്റ്റ് മൗണ്ടൻ. ഹി ക്ലൈംഡ് ദ ഹയസ്റ്റ് മൗണ്ടൻ ഇൻ ദ റീജിയൻ. അടുത്തത്, വിച്ച് സെൻറ്റൻസ് യൂസസ് ജെറണ്ട് കറക്റ്റ്ലി? കറക്റ്റ് ജെറണ്ട് ഉപയോഗിച്ചാക്കുന്ന ഏതാണെന്നാണ്. ഓപ്ഷൻ ഡി ആണ്. ഹി സജസ്റ്റഡ് ഗോയിങ് ഫോർ എ വാക്ക്. ഹി സജസ്റ്റഡ് ഗോയിങ് ഫോർ എ വാക്ക്. ചോദ്യം 85, ഹി ഹാഡ് ഹാർഡ്ലി ഫിനിഷ്ഡ് ഹിസ് മീൽ. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. എന്ത് വരും? ഹാഡ് ഹി. ഹാർഡ്ലി വന്നതുകൊണ്ട് തന്നെ നെഗറ്റീവാണ്, അതുകൊണ്ട് ഹാഡ് ഹി വരും. ദ ആൻറ്റണിം ഓഫ് മെലങ്കളി. മെലങ്കളിയുടെ ആൻറ്റണിം എന്താണ്? ജോയ്. മെലങ്കളി എന്ന് പറഞ്ഞാൽ സങ്കടം, സോറോ ആണ്. അപ്പം ആൻറ്റണിം എന്താണ്? ജോയ്. അടുത്തത്, ചൂസ് ദ അപ്രോപ്രിയേറ്റ് കളക്റ്റീവ് നൗൺ. ദ ഡാഷ് ഓഫ് ജഡ്ജസ് ടേക്ക് എ യുനാനിമസ് ഡിസിഷൻ. ഡാഷ് ഓഫ് ജഡ്ജസ് എന്താണ്? ബെഞ്ച് ഓഫ് ജഡ്ജസ് ആണ്. ബെഞ്ച് ഓഫ് ജഡ്ജസ്. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദി കറക്റ്റ്ലി സ്പെൽ വേൾഡ്. റെഫറൻസ് ഓപ്ഷൻ സി ആണ് കറക്റ്റ്. REFE ആണ് റെഫറൻസ്. 2 F ഒന്നും വേണ്ട, A ഒന്നും വേണ്ട. REFE. ഓക്കെ. അടുത്ത ചോദ്യം, വൺ ഹൂ ഈസ് ന്യൂ ടു എ പ്രൊഫഷൻ ഓർ ആക്ടിവിറ്റി. ആരാണ്? നോവിസ് ആണ്. നോവിസ്. വൺ ഹൂ ഈസ് ന്യൂ ടു എ പ്രൊഫഷൻ ഓർ ആക്ടിവിറ്റി നോവിസ് ആണ്. നോവിസ്. അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദ ഇഡിയം ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് മീൻ? ഏതാണ്? ടു റിവീൽ എ സീക്രട്ട് കെയർലെസ്ലി. രഹസ്യം പുറത്താക്കുക, അതാണ് ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. അടുത്ത ചോദ്യം നോക്കൂ, മലയാളമാണ്. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ബന്ധുരമാണ് കൂട്ടത്തിൽപ്പെടാത്തത്. ബാക്കിയെല്ലാം സ്വർണത്തിൻ്റെ പര്യായങ്ങളാണ്. കനകം, കാഞ്ചനം, ഹേമം. 92, ചന്ദ്രഹാസം ഇളക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കോപിക്കുക. ചന്ദ്രഹാസം ഇളക്കുക, കോപിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദമേത്? ഹരിശ്ചന്ദ്രൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഹരിശ്ചന്ദ്രൻ. അടുത്ത ചോദ്യം, അത്യധ്വാനം കേശം കൊണ്ടുള്ള അവശത എന്നതിൻ്റെ ഒറ്റപ്പദം എന്ത്? അത്യധ്വാനം കൊണ്ടുള്ള അവശത എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? ബി, ഊപ്പാട്. ഊപ്പാടെന്നാണ് പറയുന്നത്. അത്യധ്വാനം കൊണ്ടുള്ള അവശതയെ ഊപ്പാടെന്ന് പറയും. ഓക്കെ. 95, പത്രാധിപർ എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഏതാണ്? പൂജക ബഹുവചനമാണ്. പത്രാധിപർ പൂജക ബഹുവചനമാണ്. ഗാഠം എന്ന പദത്തിൻ്റെ വിപരീതമേത്? ശിഥിലം. ഗാഠം ഓപ്പോസിറ്റ് ശിഥിലം. ചിതാകാശം എന്ന പദം പിരിച്ചെഴുതിയാൽ ചിത്ത് അധികം ആകാശം. തത്തമേടതാണ് അല്ലേ? ചിതാകാശം. ചിത്ത് അധികം ആകാശമാണ് ചിതാകാശം. ചിത്ത് അധികം ആകാശം, ചിതാകാശം. ജാമാതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപമേത്? സ്നുഷ. ജാമാതാവ് എന്ന് പറഞ്ഞാൽ മകളുടെ ഭർത്താവ് അല്ലേ? അപ്പം
ജാമാതാവിൻ്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? സ്നുഷ. അടുത്തത് ടു സ്മെൽ എ റാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ വിവർത്തനം ഏത്? സംശയാസ്പദമാണ് ടു സ്മെൽ എ റാറ്റ്. ചോദ്യം 100. ഏട്ടിലെ പശു പുല്ലു തിന്നില്ല എന്ന പഴഞ്ചൊല്ലിന് ചേരുന്ന അർത്ഥം ഏതാണ്? തത്വമല്ല പ്രായോഗിക ജ്ഞാനമാണ് പ്രധാനം. തത്വമല്ല പ്രായോഗിക ജ്ഞാനമാണ് പ്രധാനം. ഓക്കെ, അപ്പം ഇത്രയുമായിരുന്നു 100 ചോദ്യങ്ങൾ. നല്ല സ്റ്റാൻഡേർഡുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. ഓക്കെ, അപ്പം എന്നും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ആക്കുന്നുണ്ട്. മാക്സിമം PYQ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് PSCയുടെ ട്രെൻഡ് മനസ്സിലാവത്തുള്ളൂ അല്ലേ. അപ്പോൾ മാക്സിമം PYQ വർക്കൗട്ട് ചെയ്യുക, ഡിസ്കഷൻസ് കേൾക്കുക, റിലേറ്റഡ് ഫാക്ട്സ് കേൾക്കുക. ഓക്കെ, അതുകൂടാതെ നമ്മളെ ചാനലിൽ SCRT ബേസ്ഡ് ചെയ്തുള്ള ക്ലാസ്സസും കൂടെ എടുക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് 5 to 10. അപ്പം 5th സ്റ്റാൻഡേർഡ് തുടങ്ങിയിട്ടേ ഉള്ളൂ. 4 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഞാൻ പ്ലേലിസ്റ്റ് ഇവിടെ കൊടുത്തേക്കാം, കാണാത്തവർ കണ്ടു നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ജനറൽ PSCയുടെയും സ്പെഷ്യൽ എക്സാംസിൻ്റെയും എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. അതും ഇവിടെ ഞാൻ പ്ലേലിസ്റ്റ് കൊടുത്തേക്കാം, കാണാത്തവർ കയറി കണ്ടു നോക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.